അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്തുള്ള എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് കേട്ടോ. ആക്ച്വലി ഇത് തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇതിനെപ്പറ്റി അധികം ആർക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെ നിന്ന് ഈ റോഡ് വഴി മേലോട്ട് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ആനകളെ റീഹാബിലിറ്റേറ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നത്. ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇതാണ് എൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ. ഹലോ ഗൈസ്, അപ്പം ഇന്നിവിടെ നല്ല മഴയാണ് കേട്ടോ. മഴയായതുകൊണ്ട് കാട്ടിനകത്തേക്ക് പോയിട്ട് കുട്ടിയാനകളെ കാണിക്കുന്നത് അവർ പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് എന്തായാലും ഇതിനകത്ത് വെച്ച് പാർപ്പിച്ചേക്കുന്ന കുറച്ച് ആനകളെ കാണാം. ഈ റോഡിങ്ങനെ നമ്മൾ കയറി മേലോട്ടേക്ക് പോകണം കേട്ടോ. നല്ല ഇതൊരു വനത്തിനകത്താണ് കേട്ടോ ഈ സംഭവം ഇരിക്കുന്നത്. അമ്പൂരി കാട്ടാക്കട ഫോറസ്റ്റ് അതിർത്തിക്കകത്താണ് ഈ സംഭവം ഇരിക്കുന്നത്. ഗൈസ്, ഇവിടെ ഒരു ആന നിൽപ്പുണ്ടേ. നമുക്ക് കാണാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാമല്ലോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആനതോ നിൽക്കുകയാണ്, കെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, തുറന്നു വിട്ടേക്കാണ് അതിനെ. ഇല്ല ഗൈസ്, ആനയ്ക്ക് ചങ്ങലക്കിട്ടേക്കാണ് കേട്ടോ. അവിടെ അകത്തോട്ട് അവർ കയറാൻ സമ്മതിക്കത്തില്ല. പക്ഷെ അവർ ഓൾറെഡി ഞങ്ങളടുത്ത് പറഞ്ഞു കേട്ടോ, കാട്ടിനകത്തേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമുക്ക് അങ്ങോട്ട് പോയി കാണാൻ പറ്റത്തില്ല. എന്നാലും അപ്പം ഇവിടെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് ഇടാം. പിന്നെ എനിക്കൊരു 30 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ ഫോളോയിങ് മീ. ആർക്കും ഈ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവരും ഇങ്ങോട്ടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. എക്സ്പ്ലോർ ചെയ്യുക, കോട്ടൂർ എലിഫൻറ്റ് പാർക്ക് എക്സ്പ്ലോർ ചെയ്യുക. ഗൈസ്, ഇവിടെ ഒരു ആന നിൽപ്പുണ്ട് ഗൈസ്. ഇവിടെ നമ്മുടെ അടുത്തൊരു ആനേനെ ഇവിടുത്തെ ഒരു ഗൈഡ് ഉണ്ട് കേട്ടോ. ആ ചേച്ചി നമുക്ക് ഈ ആനയെ കുറിച്ച് പറഞ്ഞുതരും എന്താണെന്ന്. ഈ ആന, ഇതിന്റെ പേര് രാജ എന്നാണ്. 11 വയസ്സായ ആനയാണ്. ഇത് ഈ ആനയാണ് ഇവിടുത്തെ ഈ കാടുകളിൽ കോട്ടൂർ രാജ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിനെ ഒരു 7 മാസം പ്രായമുള്ളപ്പോൾ ഉയരന്ന് താഴ്ചയിൽ വീണിട്ട് ഇഞ്ചുറി പറ്റി കൊണ്ടുവന്നതാണ് ഇവിടെ. പിന്നെ ഇവിടെ ചികിത്സിച്ച് ഇവിടെ തന്നെ വളർത്തി. ഇപ്പോൾ 11 വയസ്സായി. ഇനി ഇത് ഇവിടെ തന്നെ നിൽക്കും എന്നാണ് അറിയുന്നത്. അതിനെക്കുറിച്ചൊരു ബ്രീഫ് അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ വൈൽഡ് ആനിമൽസ് ആണ് ഇത്. അപ്പം നമുക്ക് ഈ ഇണങ്ങുമെന്ന് പറയാൻ പറ്റില്ല, ഇണങ്ങില്ല. അത് മെരുക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവർ നമ്മളുമായിട്ട് ഇണങ്ങത്തില്ല. പിന്നെ ഈ പാപ്പാമാർ, അവർ നോക്കുന്ന കെയർ ടേക്കർമാരുമായിട്ട് മാത്രമേ അവർ മെരുങ്ങിപ്പോകും എന്നേ ഉള്ളൂ. ഒരു ഇണങ്ങത്തില്ല. അപ്പോൾ ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു ഈ ആന തൊടാൻ പറ്റുമെന്ന് വെച്ചാൽ, അപ്പോഴാണ് ഈ ചേച്ചി ഈ ഒരു കാര്യം പറഞ്ഞത്. അതായത് ഈ ആനകളെന്ന് വെച്ചാൽ കാട്ടിൽ നിന്ന് നേരെ ഇവിടെ കൊണ്ട് വച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മെരുക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർ നമ്മുടെ സാധാരണ ആൾക്കാർ ഇണങ്ങാത്തത് കൊണ്ട് നമുക്ക് തൊടാനോ അടുത്ത് പോകാനോ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ദൂരെ നിന്ന് ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചിട്ട് പോകാം കേട്ടോ. ഇതൊരു ചെറിയ കൊമ്പനാണ് കേട്ടോ. 11 വയസ്സുള്ള ഒരു ചെറിയ കൊമ്പനാണ്. അപ്പം ഞാൻ അവിടെ കഴിഞ്ഞ് അടുത്ത് ആരെടുത്ത് പോകണം കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട് അവിടെ, മഴ പൊടിയുന്നുണ്ടേ. ഇവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട്, അടുത്ത ഗൈഡാണ്. അവർ ഈ ആനയെക്കുറിച്ച് പറഞ്ഞു തരുന്നു നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇവിടെ അടുത്തൊരാന വന്നിട്ടുണ്ട്. ഈ ആന സേഫ് എന്നാണ് അവിടുത്തെ ആ ചേച്ചിയോട് ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞത്. അടുത്ത് നോക്കാം. ഈ ആനയെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ നമുക്ക് ആളൊരു എന്തൊക്കെയോ തലയൊക്കെ ആയിട്ട് ആട്ടിക്കുന്നത്. ഞാൻ അടുത്തോട്ട് പോകണില്ല, ഇവിടെ നിന്ന് കാണിച്ചു കേട്ടോ. ചെയ്യാനെന്തോ 2 സൈഡിൽ തല ആട്ടി ഇങ്ങനെ നിൽക്കണം കേട്ടോ. അവരെ പറഞ്ഞ അടുത്തോട്ടൊന്നും പോലെ തന്നെ ഇവിടെ തന്നെ വന്നിരുന്നിട്ട് അവരെ കാണാം.
ഈ സാധനം അവർ സെറ്റ് ചെയ്തേക്കുന്നത് കാട്ടിനകത്താണ് കേട്ടോ. പിന്നെ ഇതിന് കുറച്ചപ്പുറം വലിയ കാടുമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ അകത്തോട്ടൊക്കെ പോയി നമുക്ക് ആന കാണാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുമ്പ്. പക്ഷേ ഇന്ന് അവരത് ക്ലോസ് ചെയ്തേക്കുന്നത് പറഞ്ഞുകൊണ്ട് നമുക്ക് അകത്തോട്ട് പോയി കുട്ടിയാനാണ് കാണാൻ പറ്റുന്നത്. ഇന്ന് ഇവിടെ നിൽക്കുന്നതെല്ലാം മുട്ട ഇതുപോലുള്ള ആനകളാണ്. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല നല്ല സ്ഥലമാണ്. മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി കൊള്ളായിരുന്നു കേട്ടോ. നല്ല സ്ഥലങ്ങൾ ഇത് കണ്ടോ, ആംബിയൻസൊക്കെ. ദിവസമൊക്കെ വന്ന് എല്ലാവർക്കും സ്ഥലങ്ങളൊക്കെ കണ്ടു പോകാൻ പറ്റിയ സ്ഥലമാണ്. ഇതുവഴി നിന്നൊരു ബോർഡ് ഉണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ താഴോട്ടിറങ്ങി നോക്കാം കേട്ടോ. ഇവിടെ ഒരു ആന നിൽപ്പുണ്ടെന്ന് അവർ പറഞ്ഞാൽ. ഒരു വനത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള റോഡാണ് ഗൈസ്. ഇവിടെ കണ്ട് ഇവിടെ എന്തൊക്കെയോ ഒരു സെറ്റപ്പ് ഉണ്ട് ചെറിയ രീതിയിൽ. സന്ദർശകരൊക്കെ ഉണ്ട് കേട്ടോ, വളരെ കുറവാണെന്ന് മാത്രം. ഗൈസ് ഇവിടെ ഒരു ആന ഉണ്ടെന്ന് പറഞ്ഞു. ആനയുടെ പേര് സോമൻ എന്നാണ്. എനിക്ക് 75 വയസ്സുണ്ട്. അപ്പോൾ അത്രയും വയസ്സുള്ള ആന ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എന്നാലും ആ 75 വയസ്സുള്ള ആനനെ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം നല്ല എല്ലാ സ്ഥലങ്ങളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. നിൽക്കാനൊക്കെ സ്ഥലമുണ്ട്. പക്ഷെ അടുത്തോട്ട് പോകരുന്ന നിർദ്ദേശം മസ്റ്റായിട്ടും പാലിക്കുക കേട്ടോ. ഗൈസ് നമ്മൾ ആനയുടെ അടുത്ത് എത്തി ഗൈസ്. ഇവിടെ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഗസ്റ്റ് ഹൗസുകളും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നിലവിൽ ഫങ്ഷനിങ് അല്ല. ഒരു ഫങ്ഷനിങ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് 1 ഡേ സ്റ്റേ ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാറും, നേച്ചർ എൻജോയ് ഒക്കെ ചെയ്തിട്ട് പോകാറും. ഇതാണ് ഗസ് ആന. ഗസ് ഈ ആനകൾ 75 വയസ്സുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഉള്ളതിൽ ഏറ്റവും പ്രായമുള്ള ആനയാണ്. ചെറിയ രീതിയിൽ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓടി ഓടി വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. ഈ സ്ഥലം എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇവിടെ തന്നെ ബോട്ടിങ്ങും ഉണ്ട്, കുട്ടവഞ്ചി സവാരി, പിന്നെ ബാംബു റാഫ്റ്റ് പോകാൻ പറ്റും. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അടിപൊളി ആംബിയൻസുള്ള സ്ഥലമാണ് കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് ഇതൊരു സ്പെഷ്യൽ സ്ഥലമാണ് കേട്ടോ. എനിക്കത് ഈ പുഴയും അതിൻ്റെ തീരപ്രദേശവും പിന്നെ അത് പുൽത്തകിടിയൊക്കെ ആയിട്ട് കിടക്കുന്നത് അത് വല്ലാത്തൊരു ആംബുലൻസ് ഉണ്ട്. ലോങ്ങിൽ നമുക്ക് മലകൾ കാണാം, കോട ഇറങ്ങി നിൽക്കുന്നത് കാണാം. ഈ കാഴ്ച സൂപ്പറാണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പം അടുത്തൊരു ആനയെ കാണിച്ചാമേ. ഇത് 2 ആന നിൽപ്പുണ്ട് കേട്ടോ. പിടിയാനയാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടിട്ട് ഫുള്ളായിട്ട്.
ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. പുതിയൊരു വിശേഷമായിട്ട് ഇനി വീണ്ടും കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളൊരു ആനപ്രേമിയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ അനിയൊരാളുണ്ട്, ഒമാനിലാണ്, പക്ഷെ അവൻ ഭയങ്കര ആനപ്രേമി. അവന് ആനയെക്കുറിച്ചൊക്കെ എല്ലാം അറിയാം. നിങ്ങളൊരു ആനപ്രേമിയെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ആനപ്രേമിക്കും ഷെയർ ചെയ്തിടുക കേട്ടോ.